കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കുകളല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത് എന്ന് പറയുന്നു. അപ്പം ഒരു ദൈവപൈതലിൻ്റെ സംസാരം അടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ആത്മവർദ്ധനവിന് വേണ്ടിയുള്ള വാക്കുകൾ പറയണമെന്ന് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ സഭയ്ക്ക് പഠിപ്പിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നാം നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും ചിലർ സംസാരിക്കുമ്പോൾ അവിടെ ആ സംസാരത്തിനിടയിൽ കൂടെ ചില വേണ്ടാത്ത വാക്കുകൾ എന്ന് പറഞ്ഞാൽ കളി പോലെ ചീത്ത വാക്കുകൾ പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് ഒരു കുറ്റമാണെന്നാണ് ദൈവവചനം പറയുന്നത്. അതുമല്ല, ചിലരുടെ വാക്കുകൾ അവർ 1-2 വാക്ക് പറഞ്ഞാലും ഒരു ക്രൂരമായ ഒരു കത്തിയെടുത്ത് അവരുടെ നെഞ്ചിൽ കുത്തിയതുപോലെ ഉള്ള ഒരു വേദന വരുന്ന കണക്കിൽ അവരെ കുത്തി നോവിച്ച് സംസാരിക്കുന്നവരുണ്ട്. ഇതൊക്കെ ഒരു ദൈവഹിതമല്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം നാം പറയുന്നത് നമ്മുടെ വാക്കുകൾ അടുത്തവർക്ക് ആശ്വസിപ്പിക്കുന്നതും അവിടെ ആത്മാവിൻ്റെ ഒരു വർദ്ധനവത്തിന് വേണ്ടിയാണ് നാം സംസാരിക്കാനെന്ന് ദൈവവചനം പറയുന്നു. മത്തായി എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ പറയുന്നു: എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. വായിൽ നിന്ന് വരുന്ന ഏത് വാക്കിനും, ഒരു ചെറിയ വാക്കിന് പോലും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആയതുകൊണ്ട് നാം സംസാരിക്കുമ്പോൾ നാം നമ്മെ തന്നെ ആലോചിച്ച് നാം എന്ത് സംസാരിക്കുന്നു എന്നുള്ള ഒരു ബോധത്തോടെ നാം സംസാരിക്കണമെന്ന് വചനം പറയുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഒരു ദിവസം ന്യായാസനത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അടുത്തവരെ നോവിപ്പിക്കുന്ന വാക്കുകളായിരിക്കുന്നു, അതോ അടുത്തവർക്ക് ആശ്വാസം പകരുന്ന വാക്കുകളായിരിക്കുന്നു എന്ന് നാം നോക്കണം. അതേപോലെ തന്നെ നമുക്ക് നേരായി ഒരാൾ ആയുധമെടുത്താലും അവരെ നോവിപ്പിക്കാതെ വാക്കുകൾ പറയുവാൻ ഉള്ള കൃപ നമുക്ക് കിട്ടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളുടെ വാക്കുകൾ കർത്താവെ ചുരുക്കമായിരിക്കുവാനും നിൻ്റെ സന്നിധിയിൽ കർത്താവെ ഞങ്ങളതൊരു നിഷ്കളങ്കമായി സംസാരിക്കുവാനും അടുത്തവരുടെ ഹൃദയത്തെ നോവിപ്പിക്കാതെ സംസാരിക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വരവിൽ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കിനും കണക്ക് കൊടുക്കണമെന്നുള്ള ഓർമ്മ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വാക്കുകളാൽ വന്നുപോയ പാപങ്ങളെ നീ ക്ഷമിച്ച് ഞങ്ങളെ പരിശുദ്ധമാക്കി നിൻ്റെ വരവിനാക്കി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.